നമസ്തേ. ഇന്ന് നവരാത്രിയുടെ ആദ്യത്തെ രാത്രി, അതായത് ഇന്നത്തെ സങ്കല്പം എന്ന് പറയുന്നത് ശൈലപുത്രി. അപ്പോൾ ഇന്നത്തെ സങ്കല്പവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പവും മനസ്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ശൈലപുത്രിയെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് ശൈലപുത്രി ആദ്യം വന്നത്? ശൈലം എന്ന് പറയുന്നത് പർവ്വതം, ഹിമവാന്റെ പുത്രി, അതാണ് ശൈലപുത്രി. അപ്പോൾ ഉയരത്തിൽ ഉള്ള, വളരെയധികം ഉയരത്തിലുള്ള ചിന്തകളുടെ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു അവശേഷിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായതാണ് എന്ന് പറയപ്പെടുന്നതാണ് ശൈലപുത്രി, അല്ലെങ്കിൽ നമുക്കങ്ങനെ കാണാം. ഈ ശൈലപുത്രിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ശൈലപുത്രി എങ്ങനെ വന്നു എന്ന് നമുക്കറിയണം. അതിനും ഒരു കഥയുണ്ട്. ശൈലപുത്രി പൂർവ്വജന്മത്തിൽ സതീദേവിയായിരുന്നു. സതീദേവിക്ക് ശൈലപുത്രിയുമായുള്ള ബന്ധം എന്താണ്? സതീദേവി ഭഗവാൻ ശിവൻ്റെ സഹധർമ്മിണിയായിരുന്നു. ശൈലപുത്രിയോ ഭഗവാൻ ശിവനിലേക്ക് പോകാൻ വേണ്ടി ജന്മമെടുത്തവളും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സതീദേവിയുടെ തുടർച്ചയായാണ് ശൈലപുത്രി വന്നിരിക്കുന്നത്. എന്താണ് സതീദേവിക്ക് സംഭവിച്ചത്? സതീദേവി ദക്ഷൻ്റെ പുത്രിയായിരുന്നു. ദക്ഷൻ്റെ പുത്രിയായ സതീദേവി ദക്ഷൻ്റെ രാജ്യത്ത് നടന്ന യാഗത്തിൽ ശിവനെ ക്ഷണിച്ചില്ല. ശിവനോടുള്ള ദേഷ്യം കാരണം ഒത്തിരി പേരെ വിളിച്ചിട്ട് ശിവനെ മാത്രം വിളിച്ചില്ല. സ്വാഭാവികമായിട്ടും മോക്ക് തോന്നാവുന്ന ദേഷ്യം തോന്നി. എന്നാൽ ആ യാഗത്തിലേക്ക് സതീദേവി നിർബന്ധിച്ച് ശിവനെ കൊണ്ടുവരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയിൽ കൊണ്ടുവരുന്നു. അവിടെ ദക്ഷൻ ക്രുദ്ധനായി, അതായത് അതുവരെയുള്ള ശിവനോടുള്ള ദേഷ്യവും സതീദേവിയെ വിവാഹം ചെയ്തതിലുള്ള എതിർപ്പും തുടങ്ങിയ അത്രയും വികാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശിവനെ ആ വേദിയിൽ വെച്ച് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശിവനെ ആ യാഗവേദിയിൽ വെച്ച് അപമാനിക്കുന്നത് കൊണ്ട് അതിൽ വീണ്ടും ദേഷ്യം വരുന്ന, വീണ്ടും ക്രോധാകുലയായ സതീദേവി ആ ഹോമകുണ്ഡത്തിൽ തന്നെ ചാടി ജീവാഹുതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കഥ. എന്താണ് ഈ സതീദേവി യാഗത്തിലേക്ക്, ഹോമകുണ്ഡത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ആത്മാഹുതി ചെയ്തത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വികാരങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമോഷൻസ്, നമ്മൾ പറഞ്ഞു ക്രോധം, ദ്വേഷം തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ്, അത് നശിക്കണമെങ്കിൽ അത് നമ്മൾ ഹോമിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കണം. ആ ഒരു സങ്കല്പമാണ് സതീദേവിയിൽ നിന്നും ശൈലപുത്രിയിലേക്കുള്ള യാത്ര. സതീദേവി കഥയിൽ ജീവൻ നശിപ്പിക്കുന്നു, സ്വന്തം ശരീരം നശിപ്പിക്കുന്നു, എന്നിട്ട് ശൈലപുത്രിയായി ജന്മമെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നല്ല ഈ പറഞ്ഞത്. അതെ, നമ്മുടെ ശരീരം നശിപ്പിച്ച് മറ്റൊരു ജന്മം കാത്തിരിക്കുകയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സതീദേവിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, വളരെ സുപരിചിതമാണ്. നമ്മൾ ഒന്നും കൂടെ നവരാത്രി ആയതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കഥ. ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതേ എല്ലാ ഇമോഷൻസും നമുക്കും ഉണ്ട്. നമുക്ക് ദേഷ്യം വരാറുണ്ട്, നമുക്ക് സങ്കടം വരാറുണ്ട്, നമുക്ക് വല്ലാത്ത അമർഷം തോന്നാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇനി അടുത്തൊരു ജന്മമൊന്നും പറഞ്ഞ് പെട്ടെന്ന് മൊത്തത്തിലൊന്നും ഇട്ടിട്ടങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഈ ശരീരം കളഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ സന്തോഷം കിട്ടുമെന്ന് പോകാനുള്ളതല്ല. നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അനുഭവിച്ച് അതിൽ നിന്നും സന്തോഷം കണ്ടെത്താനാണ് നമ്മുടെ ശരീരത്തോടു കൂടിയ ഈ ജന്മം തന്നിരിക്കുന്നത്. സതീദേവി തൻ്റെ ശരീരമാണ് നശിപ്പിച്ചതെങ്കിൽ നമ്മളെല്ലാവരും ഇതേ ഇമോഷൻസ് കാരണം, ഇതേ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കാരണം പല കാര്യങ്ങളും ഓരോ ദിവസവും നശിപ്പിക്കുന്നുണ്ട്. അതൊരു സങ്കല്പമല്ലേ? സതീദേവി സ്വന്തം ശരീരം നശിപ്പിച്ചിട്ട് ശൈലപുത്രി എന്നൊരു ശരീരം സ്വീകരിച്ചു എന്നുള്ളതൊരു സങ്കല്പമാകില്ലേ? നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വികാരങ്ങളെ ഹോമിച്ചിട്ട് ശൈലപുത്രി പോലൊരു ജീവിതത്തിലേക്ക് നമുക്ക് വന്നൂടെ? ഇല്ല, എന്താ നശിപ്പിക്കുന്നതെന്ന് പറയുന്നതെന്ന് പറയാം. ഓരോ ദിവസവും എന്താണ് നശിപ്പിക്കേണ്ടത്? സതീദേവി തന്റെ ശരീരമാണ് നശിപ്പിച്ചതെങ്കിൽ നമ്മൾ ഓരോരുത്തരും നശിപ്പിക്കുന്നത് ആ കുടുംബത്തിന്റെ ചിലപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ വിജയങ്ങളെ ആയിരിക്കാം, നമ്മളുടെ ശരിയായിട്ടുള്ള ദിശയെ മറന്നു പോകുന്നതായിരിക്കാം. നമുക്ക് ശരിയായിട്ടുള്ള ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും
ചിലരോടുള്ള ദേഷ്യം, ചില കാര്യങ്ങളോടുള്ള അമർഷം, ചില കാര്യങ്ങളോടുള്ള അതിയായ ദുഃഖം, ഇങ്ങനെ പല ഇമോഷൻസും നമ്മളുടെ ആ നല്ല പാതയിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ വല്ലാതെ തടയുന്നുണ്ടാവും. ഉറപ്പായിട്ടും ജീവൻ ത്യജിച്ചത് അല്ലാതെ, അതായത് സതീദേവി ആ ഹോമകുണ്ഡത്തിലേക്ക് സ്വയം എടുത്തു ചാടിയതല്ലാതെ നമുക്ക് നമ്മുടെ ഈ വികാരങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് അങ്ങനത്തെ ഉള്ള ഹോമകുണ്ഡത്തിലേക്ക് എറിയാൻ പറ്റണം. ഓരോ സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന വികാരങ്ങൾ, ഇതൊരു സാന്ദർഭികമായി ഉണ്ടായ വികാരമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകും. ആ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം നമ്മൾ ഇതുപോലെ നശിപ്പിക്കണം. ഹോമിച്ച് ശൈലപുത്രിയെപ്പോലെ പുതിയതായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് നമ്മൾ ഉയരണം. ഈ വിജയത്തിന് വേണ്ടി, വിജയം എന്ന് പറയുമ്പോൾ ആളുകൾ വിജയത്തിന് വേണ്ടി ഓടുകയാണ്. എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഓടുകയാണ്. പക്ഷെ അവർക്ക് വിജയം കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് വിജയം? ഏറ്റവും അടിസ്ഥാനപരമായി വിജയമെന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ആ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതിൽ പരം മറ്റൊരു വിജയമുണ്ടോ? സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. ആ സന്തോഷം എല്ലാം കളഞ്ഞിട്ട് ആരോഗ്യം, അതൊരു വിജയമാണ്. ഈ സന്തോഷവും ആരോഗ്യവും, എന്തുകൊണ്ട് ഞാൻ ആരോഗ്യം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ മാനസികമായ ആരോഗ്യമാണ് നമ്മുടെ സന്തോഷം. ശാരീരികമായ ആരോഗ്യത്തിനെയാണ് ഞാൻ ആരോഗ്യം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ആരോഗ്യവും, ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യത്തെ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വിജയം നേടാനാണ് ഓടുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഈ പറഞ്ഞതുപോലെ ഈ കാര്യം നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്ന, സന്തോഷത്തിനെ നശിപ്പിക്കുന്ന വികാരങ്ങൾ നമ്മളെ ഓവർ പവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്വയം, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ എൻ്റെ ഏത് വികാരമാണ് എനിക്ക് പ്രശ്നം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാവണം. ആദ്യം നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം, എന്താണ് എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ ഒരു വികാരം എന്ന് എല്ലാ ദിവസവും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ചിന്തിക്കാം. ദേഷ്യമാണോ എന്നെ ഒരു നേരെയുള്ള ഒരു പോക്കിന് അല്ലെങ്കിൽ എൻ്റെ സന്തുഷ്ടമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ വികാരം? നമുക്ക് ഈ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം, നമ്മുടെ ബിഹേവിയർ നോക്കാം, അല്ലേ? മറ്റുള്ളവർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആ കാരണത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ കാണിക്കാൻ കഴിയും. ദേഷ്യമുണ്ട്, പക്ഷെ ആ ദേഷ്യത്തിന് കാരണം വേറൊരാളാണ്. എനിക്ക് വിഷമമുണ്ട്, ആ വിഷമത്തിന് കാരണം എൻ്റെ സാഹചര്യമാണ്. പണമില്ലാത്തതാണ് കാരണം, ദേഷ്യമുണ്ടാകാൻ കാരണം വേറൊരാൾ എനിക്ക് ഉപദ്രവം ചെയ്തതുകൊണ്ടാണ്, അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് വിജയം ഉണ്ടാകാത്തത്. ഇത്തരം ആരോപണങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാം. പക്ഷേ തിരിച്ചറിയേണ്ടത് കാരണം എന്തോ ആയിക്കോട്ടെ, എന്ത് വികാരമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ആദ്യം ആ വികാരത്തിനെ തിരിച്ചറിയുക. വളരെ സാവകാശം, ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടോ ഒന്നും പെട്ടെന്നൊന്നും പറ്റണം എന്നില്ല. എന്നിരുന്നാലും അതൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ അത് തന്നെ വലിയ ഒരു മാറ്റമാണ് ജീവിതത്തിൽ. എൻ്റെ ഏത് വികാരമാണ് എന്നെ ഓവർ പവർ ചെയ്യുന്നത്, എൻ്റെ മുന്നോട്ടുള്ള പാതയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നിൽ ഏത് പ്രശ്നമാണ്, എന്നിലേ ഉള്ള ഏത് വികാരമാണ് എനിക്ക് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് ഉറപ്പായിട്ടും ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. ഇപ്പോൾ തന്നെ ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞാൽ ഉടനെ, കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിലെ ഏതൊക്കെ വികാരങ്ങളാണ്, ഏത് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു, ഏതൊക്കെ വികാരങ്ങളാണ് നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്നത്. അതിൽ മറ്റൊരാളില്ല കേട്ടോ, ഒരു വ്യക്തിയുമില്ല, ഒരു സാഹചര്യവുമില്ല, നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ മാത്രം. അതിലേത് വികാരമാണ് നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നതെന്ന് കണ്ടെത്തുക. ഒരു കാര്യം കൂടെ എനിക്ക് പറയണം എന്ന് തോന്നുന്നു. നമ്മൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറേ വികാരങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഈ വികാരങ്ങൾക്കൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പ്രാധാന്യവും ഉണ്ടാവും, അല്ലേ? നമുക്ക് സന്തോഷം ഒരു വികാരമാണ്, സ്നേഹം ഒരു വികാരമാണ്, ദേഷ്യവും അമർഷവും വൈരാഗ്യവും അല്ലെങ്കിൽ എന്താണ് പറയുക അസൂയയും ഇതെല്ലാം ഉണ്ടല്ലോ, അല്ലേ? പക്ഷെ ഇതൊക്കെ മിക്സ്ഡ് ആയിട്ട് വരുമ്പോഴാണ് മനുഷ്യനാവുന്നത്. ഇതിനൊക്കെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. അതെ, നവരാത്രിയിൽ ദേഷ്യമില്ലാത്ത ദുർഗാ സങ്കല്പങ്ങളുണ്ടോ? ഇല്ല, ദേഷ്യമുള്ളതുണ്ട്. ഉഗ്രരൂപിയും ക്രൂരം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഉഗ്രരൂപിയും നശീകരണ സ്വഭാവമുള്ള ദുർഗാരൂപങ്ങളും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതെവിടെ? അതാണ് ചോദ്യം. ഈ പറഞ്ഞ വികാരങ്ങളെ ഒരു പ്രൊപ്പോർഷനോടുകൂടി ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഏതൊക്കെ എവിടെ ഉപയോഗിക്കണം, ഏതൊക്കെ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് ഇതാ വരും ദിവസങ്ങളിൽ ഓരോ സങ്കല്പത്തെയും പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സങ്കല്പത്തിലും ഓരോ ഭാവം, ഈ ഭാവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭാവത്തിനെ തന്നെയാണ് വെളിയിലെടുത്ത് നവദുർഗയായി പൂജിക്കുന്നത്. ഈ പൂജിച്ചിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞിരുന്നു,
ഒരു റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റിന് അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ചടങ്ങുകളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമുക്ക് പലതും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക, നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മനസ്സിലാകാതെ വരുമ്പോഴാണ് വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായി മാറുന്നത്. അർത്ഥമായിട്ടുള്ള അറിവുകളാണ് അത്. അർത്ഥമെന്ന് പറഞ്ഞാൽ പകുതി അല്ലെങ്കിൽ പൂർണ്ണമാകാത്ത അറിവുകളാണ് ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്നാൽ ആ അറിവ് എന്തിനു വേണ്ടി എവിടെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതൊന്നും അന്ധവിശ്വാസങ്ങളാകില്ല. ഈ വിശ്വാസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനൊരു വഴിയായി മാറും. അപ്പോൾ ഈ പറഞ്ഞ വികാരങ്ങളുടെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. അതെ, ഇക്വിലിബ്രിയം ഉണ്ട്. അതെന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില ഇമോഷൻസിനെ നമ്മൾ ആദ്യം തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ദേഷ്യം തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് എനിക്ക് ദേഷ്യമാണ് തോന്നിയത് എന്ന് പറഞ്ഞാൽ അതായിരിക്കണമെന്നില്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്ഥിരമായി നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഏത് വികാരമാണ് നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്നത്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ചിലപ്പോൾ എല്ലാവരോടും നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോടും നിങ്ങൾക്ക് തോന്നുന്നത് ദേഷ്യം എന്നുള്ള വികാരമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് തോന്നുന്നത് ശോകം അല്ലെങ്കിൽ വിഷാദം എന്നുള്ള വികാരമായിരിക്കും. അപ്പോൾ സ്ഥായിയായി അല്ലെങ്കിൽ കുറേ നിരന്തരമായി നിങ്ങളെ അലട്ടുന്ന, നിരന്തരമായി നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു വികാരമാണോ ഉള്ളത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. ഇനി അതിനകത്ത് തന്നെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം വിഷമമായിരിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം അല്ലെങ്കിൽ ഒരു നഷ്ടം നിങ്ങൾക്കുണ്ടായി. അത് നിങ്ങൾക്കൊരു വിഷമമായിട്ടുള്ളിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോശമാക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾക്കൊരു വല്ലാത്ത വിഷമം ഉള്ളിലുണ്ട്. ഈ വിഷമം സ്ഥിരമായിട്ടുള്ളിൽ നിൽക്കെ നിങ്ങൾ പുറമേ കാണിക്കുന്നത് എല്ലാവരോടുമുള്ള ദേഷ്യമായിരിക്കാം. അപ്പോൾ ദേഷ്യമാണ് എൻ്റെ പ്രധാന പ്രശ്നം എന്നവിടെ തെറ്റിദ്ധരിച്ചു പോകരുത്. ശരിയായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ ഉള്ളിലെ ആ നിത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വിഷമമായിരിക്കും. അപ്പോൾ ഈ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിഷമത്തെ മൂടി വെക്കാൻ വെളിയിൽ കാണിക്കുന്ന ദേഷ്യമായിരിക്കാം. തിരിച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിയോട് അതിയായിട്ടുള്ള ദേഷ്യമുണ്ട്, അയാളുടെ ഏതോ ഒരു പ്രവൃത്തി നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്, നമുക്ക് അവരോട് വല്ലാത്ത ദേഷ്യമുണ്ട്, നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നതുമില്ല. ഈ പ്രതികരിക്കാൻ പറ്റാത്ത ദേഷ്യവും എല്ലാം ഉള്ളിൽ കിടന്നിട്ട് പുറത്ത് നിങ്ങൾക്ക് വിഷമം മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പക്ഷേ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് വിഷമമാണ് എന്നെ നയിക്കാൻ ഒരു തടസ്സം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ വിഷമമാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് വിഷമമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കഠിനമായിട്ടുള്ള ദേഷ്യം, നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ദേഷ്യം ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചറിയണമെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും അടുത്ത് വന്ന് അത് പറയാൻ പറ്റൂല, പക്ഷെ ഇങ്ങനെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും. ഇതൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക, ചിന്തിച്ചു നോക്കുക. എൻ്റെ ഉള്ളിലെ ഏത് സതീഭാവത്തിൽ സതിക്ക് തോന്നിയ അതുപോലെ എൻ്റെ ഉള്ളിലെ ഏത് വികാരമാണ് എനിക്ക് തോന്നുന്നത്, എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ അനുവദിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളിലൂടെയാണ് സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും വളരെ വിഷമകരമായ ഘട്ടങ്ങളിലൂടെ, അതായത് മനസ്സിന് എന്തൊക്കെ സാഹചര്യമുണ്ടെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങളുടെ ഇടയിൽ പോലും മനസ്സിന് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, മാനസികമായ രോഗങ്ങളുടെ അളവ് കൂടുന്നുണ്ട്, റേറ്റ് കൂടുന്നുണ്ട്. ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള രോഗങ്ങളുടെ അളവ് കൂടുന്നു. ആത്മഹത്യയും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അതായത് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള ഉപദ്രവങ്ങളും കൂടുന്നുണ്ട്. ഒരാൾ സന്തോഷം കണ്ടെത്താൻ ഏതൊക്കെ വഴിക്ക് പോകുന്നു, സന്തോഷം കിട്ടാതെ വരുമ്പോൾ എന്തൊക്കെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവനവൻ്റെ ജീവിതം അവസാനിപ്പിക്കുക, മറ്റുള്ളവരുടെ ജീവിതം അവസാനിപ്പിക്കുക, മറ്റുള്ളവരുടെ ജീവന് തടസ്സമാവുക, ജീവിതത്തിന് തടസ്സമാവുക, അവനവൻ്റെ തന്നെ ജീവിതത്തിനും ജീവനും തടസ്സമാവുക, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിനും ജീവനും തടസ്സമാവുക. എത്ര ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണെന്ന് നോക്കൂ നമ്മുടെ ഒരു മാനസിക പ്രയാസം നമ്മളെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നത്. അത് തിരുത്താനാണ് അല്ലെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ പടിയെന്നോണം നമ്മുടെ ഉള്ളിലെ സതീദേവിക്ക് തോന്നിയതുപോലുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ സതീദേവിയെ നശിപ്പിച്ച വികാരം ഏതാണോ, അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികാരം ഏതാണോ അതിനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഈ നവരാത്രിക്ക് വ്രതം എടുക്കുന്ന കാര്യമൊക്കെ ആൾക്കാർ പറയും, എങ്ങനെ വ്രതം എടുക്കണം? ഞാൻ ഇതിൻ്റെ ഒരു റിലീജിയസ് പാർട്ടല്ല പറയുന്നത് കേട്ടോ. എങ്ങനെ വ്രതം എടുക്കണമെന്ന് മതപരമായ വിശ്വാസം ഉള്ളവർക്കും അറിവുള്ളവരോടും ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ഈ വ്രതത്തെക്കുറിച്ച് പറയുന്ന ഒരു ആരോഗ്യം എന്നുള്ളൊരു
സങ്കല്പത്തിൽ നിന്നാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം, അതിനു വേണ്ടി എങ്ങനെ വ്രതം എടുക്കാം. അപ്പോൾ വ്രതം എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ത്യജിച്ചായിരിക്കും വ്രതം എടുക്കുന്നത്. ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നാവിൻ്റെ രുചിയാണ് അല്ലേ. അപ്പോൾ നാവിൻ്റെ രുചിയെ നമുക്ക് ത്യജിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാവിൻ്റെ രുചിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു ഇന്ദ്രിയത്തെയും നിയന്ത്രിക്കാൻ കഴിയും. കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നേരിട്ട് പറ്റുകയല്ല, ഇന്ദ്രിയങ്ങളിലൂടെയാണ് പറ്റുന്നത്. രസകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണ ഈ ഉപവാസം എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വ്രതം എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി ഇങ്ങനത്തെ ഈ ഒരു അർത്ഥത്തിലാണ് എപ്പോഴും ആഹാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പം പച്ചരി ചോറാണോ എടുക്കേണ്ടത്, അതേ ഗോതമ്പാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏത് കറി കൂട്ടാം എന്നുള്ള, അതെ, അങ്ങനത്തെ തരത്തിലേക്ക്, അതായത് ഭക്ഷണത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു രീതി, അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കിട്ടിയാലും കഴിക്കാൻ പറ്റുന്ന, രുചിയില്ലെങ്കിലും രുചികരമല്ലെങ്കിൽ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു വ്രതത്തിൽ ആഹാരനിഷ്ഠയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം എന്ത് കഴിക്കണമെന്നുള്ള മെനു ഉണ്ടാക്കിക്കൊണ്ടാണ് ശരിക്കും. അത് മാത്രമല്ല, ആ വ്രതം കഴിഞ്ഞാൽ എന്ത് കഴിക്കും. ഈ വ്രതത്തിൻ്റെ ഉദ്ദേശശുദ്ധി വ്രതത്തിലല്ല നിൽക്കുന്നത്. വ്രതം കഴിഞ്ഞ് വ്രതം മുറിച്ച് കഴിയുമ്പോൾ ഇഷ്ടമുള്ള ആഹാരം കഴിക്കില്ല, അപ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അതായത് വ്രതം എടുക്കുന്നു, ഒരു 7 ദിവസമായിരിക്കോട്ടെ അല്ലെങ്കിൽ 41 ദിവസം ആയിക്കോട്ടെ, വ്രതം എടുക്കുന്നു. ആ വ്രതം എടുക്കുമ്പോഴല്ല അവർക്ക് സന്തോഷം കിട്ടുന്നത്, വ്രതം മുറിക്കാൻ പോകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം വളരെയധികം സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരു വ്രതം എടുക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിയന്ത്രണം തുടങ്ങേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നമ്മൾ ഓരോരുത്തരും അതിലോട്ട് ഇങ്ങനെ അട്രാക്റ്റഡ് ആണ്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ആ ഭക്ഷണം ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ, അതിൽ രുചിയും പ്രധാനമാണ്. അവിടെ ത്യാഗം ആദ്യമായിട്ട് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് തുടങ്ങലാണ് ഈ ഭക്ഷണക്രമത്തിൽ പറയുന്നത്. ഈ ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഈ നവരാത്രി വ്രതത്തിൽ ഉപ്പ് കഴിക്കാൻ പാടില്ലല്ലേ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഉപ്പ് കഴിക്കാതെയുള്ള വ്രതമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കത്തരം ഞാൻ നേരത്തെ പറഞ്ഞു മതപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളിലേക്കല്ല നമ്മൾ കിടക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഉപ്പ് കഴിക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിന് രുചി തരുന്നത് ഉപ്പാണ്. ഉപ്പില്ലാതൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആസ്വാദനം നമുക്ക് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഏതൊരു ഭക്ഷണ സാഹചര്യം, ഒരു ദിവസത്തെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് നമ്മൾ നിർബന്ധമായി ഉപയോഗിക്കും. അതെ, ഒരു വീട്ടിൽ ഉപ്പില്ലാത്ത വീടുണ്ടാവില്ലല്ലോ, അപ്പോൾ ഉപ്പില്ലാത്ത അടുക്കള ഉണ്ടാവില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നാണ്, ഉപ്പ് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. അപ്പം ഈ ഉപ്പില്ലാതെ നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? രുചിയെ നിയന്ത്രിച്ച് നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ, ജീവൻ നിലനിർത്താൻ മാത്രമുള്ള ഒരു വസ്തുവായി ഭക്ഷണത്തിനെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ഉപ്പില്ലാതെ കഴിക്കുക. എന്ന് വെച്ചിട്ട് ഉപ്പ് പൂർണ്ണമായി ഉപേക്ഷിച്ച് ഹൈപ്പോനെട്രീമിയ പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോകുക, അതല്ല, അങ്ങനെയൊന്നുമല്ല ചെയ്യാൻ പറയുന്നത്. രുചിയെ ഉപേക്ഷിക്കുക. ആസ്വാദനത്തിന് ഇന്നതാണ് ഘടകമെന്ന് പറഞ്ഞാൽ ആ ഘടകം മാറ്റി നിർത്തിയാലും ജീവിതം ആസ്വദിക്കാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഓരോ വ്രതവും. അപ്പോൾ ഈ തെറ്റിദ്ധാരണയും കൂടെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഉപവസിക്കുന്ന ദിവസങ്ങളുണ്ട്, ചിലർ ഭക്ഷണം മൊത്തത്തിൽ ഒഴിവാക്കുന്ന ദിവസങ്ങളുണ്ട്. അന്ന് അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ഇത് മുന്നത്തെ ഉപവാസത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതായിരുന്നു, എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഉപവസിക്കണം എന്ന് കരുതുന്നു, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഇതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും പലരും ചെയ്യുക. അവരവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ വൈകുന്നേരം ഒരു 3 മണി അല്ലെങ്കിൽ 4 മണിയാകുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ഷുഗർ കുറയുന്നുണ്ടാവും, തലകറക്കം ഉണ്ടാവുമായിരിക്കും. എന്നാലും അവർ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ല. എന്തോ ഈ പറഞ്ഞ പോലെ ദൈവം കോപിക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നുമല്ല, ഉപവാസം റിലീജിയസുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ആരും ദയവായിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ മതവിഭാഗങ്ങളിലും ഉപവാസം ഒരു വ്രതത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. അത് ഇത് തന്നെയാണ്, എല്ലാ മതവിഭാഗങ്ങളിലും പറയുന്നതും ഉപവസിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാണ്. അതിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കളഞ്ഞുകൊണ്ടാവരുത്. അതാണിപ്പോൾ പറഞ്ഞത്. ഒരാൾക്ക് അയാളുടെ ആരോഗ്യം അനുസരിച്ച് വേണം ഉപവസിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വ്രതമെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തൂ. ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഉപവസിക്കാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. 9 ദിവസവും ദേഷ്യം ഒഴിവാക്കുക. നല്ല എളുപ്പമാണ്, നല്ല എളുപ്പമാർഗ്ഗമാണ്. ഭക്ഷണം എന്തും കഴിക്കാം, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോളൂ, ദേഷ്യം ഒഴിവാക്കുക. അല്ല, ദേഷ്യം എന്ന് പറയുന്നത് ഒരാളോട് ദേഷ്യപ്പെടാൻ തോന്നി, അന്ന് നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ല. എന്താ? നിങ്ങൾ വ്രതത്തിലാണ്, ഉപവാസത്തിലാണ്. ഏത് ഉപവാസം? വാക്കുകൊണ്ടുള്ള ക്രോധമായ വാക്കുകളെ ത്യജിച്ചുള്ള ഒരു ഉപവാസത്തിലാണ് നിങ്ങൾ. അപ്പോൾ ആ വാക്കുകളങ്ങ് ഉപേക്ഷിക്കുക.
ആ വാക്കുകൾ ഉപേക്ഷിക്കുക, സൗമ്യമായി പറയുക. എല്ലാ കാര്യങ്ങളും ക്രോധത്തോടുകൂടി തന്നെ പറയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ദേഷ്യം വരുന്ന കാര്യങ്ങളെ നല്ല വാക്കുകൾ കൊണ്ടും പറയാൻ പറ്റും. അതൊന്ന് ശ്രമിച്ചു നോക്കും. ഈ ഒരു 9 ദിവസങ്ങളിൽ അതൊന്ന് ശ്രമിച്ചു നോക്കും. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ വ്രതം എങ്ങനെ എടുക്കണമെന്ന് പലരും ചോദിച്ചു. ആദ്യത്തെ ദിവസമാണ് വ്രതം തുടങ്ങേണ്ട ദിവസമാണ്. ഭക്ഷണങ്ങളിൽ നിയന്ത്രണം വെച്ച് ചെയ്യാം, ഒരു തടസ്സവുമില്ല. നാമജപം ആവാം, നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും രീതികളും തുടരാം, കൂടുതൽ ചെയ്യാം. ആരാധനാലയങ്ങൾ, അമ്പലത്തിൽ പോകുന്നവർക്ക് പോകാം, വീട്ടിൽ പൂജ ചെയ്യുന്നവർക്ക് പൂജ ചെയ്യാം. അതെല്ലാം നിങ്ങൾ ചെയ്യും. ഇതെല്ലാം ലക്ഷ്യം അതാണ്, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്നറിഞ്ഞ് അത് ചെയ്യുക. അയ്യോ ഇന്ന് രാവിലെ എണീറ്റ് പൂജ ചെയ്തില്ല, അയ്യോ ഇനിയിപ്പോൾ പൂജ ചെയ്തില്ല എന്ത് സംഭവിക്കും, ഇനിയിപ്പോൾ പൂജ ചെയ്യണമല്ലോ, മെനക്കേടായാലോ, ഇത്തരം ചിന്തകളോടുകൂടി ഒരു പൂജ ചെയ്താൽ ഗുണമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ചെയ്യണം. ഇന്ന് രാവിലെ നമുക്ക് നേരത്തെ എണീക്കാം, പൂജ ചെയ്യേണ്ട ദിവസമാണ്, 5 മണിക്ക് എണീക്കാം എന്ന് സന്തോഷത്തോടെ എണീക്കുന്നത്, 5 മണിക്ക് എണീക്കണമല്ലോ, പൂജ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് എണീക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ രണ്ടാമത് പറഞ്ഞ രീതിയിൽ വിഷമിച്ച് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന പൂജയ്ക്ക് പൂജയുടെ ഫലം ഉണ്ടാവില്ല. നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ആ സന്തോഷത്തിനാണ് ഫലം. വ്രതം എടുക്കുമ്പോൾ വ്രതം മുറിക്കുന്ന ദിവസമല്ല സന്തോഷം, വ്രതം എടുക്കുന്നതിലാവണം സന്തോഷം. അതുപോലെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്നതാകണം ഉപവാസവും വ്രതവും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആയി. ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് സതീദേവിയുടെ സങ്കല്പത്തിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ശൈലപുത്രിയെ ഉണർത്തെഴുന്നേൽപ്പിക്കണം. എങ്ങനെ ശൈലപുത്രി എഴുന്നേൽപ്പിക്കും? ലക്ഷ്യമുണ്ട്. എന്താ ശൈലപുത്രിക്ക് ലക്ഷ്യമുണ്ട്? ശിവനിലേക്ക് എത്താൻ, ശിവം എന്ന് പറയുന്ന മംഗളത്തിലേക്ക് എത്താൻ ആർക്ക് ലക്ഷ്യമുണ്ട്? ശൈലപുത്രിക്ക് ലക്ഷ്യമുണ്ട്. പക്ഷേ സതീദേവിക്ക് എന്ത് പറ്റി? സതീദേവിയുടെ നെഗറ്റീവ് ഇമോഷൻസ്, ക്രോധം തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് സതീദേവിയെ നശിപ്പിച്ചു. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ സതീദേവിയുടെ ഭാവത്തെ നിങ്ങൾ കണ്ടെത്തുക, ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഉപവാസം. നിങ്ങളുടെ ഏത് ചര്യകളും ഏത് ആചാരങ്ങളും നിങ്ങൾ ചെയ്തോളൂ. അതിലൊരു ഉപവാസം, ഒരു വളരെ എളുപ്പമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപവാസമാണ് പറഞ്ഞത്. ഏതാ? ക്രോധമുള്ള വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉപവാസം. ഉപ്പ് ഒഴിവാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉപ്പ് ഉപയോഗിച്ചോളൂ. ക്രോധം എന്നുള്ളത് അല്ലെങ്കിൽ ക്രോധം കൊണ്ടുള്ള വാക്കുകൾ ഒന്ന് ഒഴിവാക്കൂ. ഇത് രണ്ടും നിങ്ങൾ ഇന്നു മുതൽ നവരാത്രി 9 ദിവസത്തേക്ക് പരിശീലിക്കും. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ക്രോധം ആ ഇമോഷൻ കൂടി വാക്കുകളിലൂടെ ചേർന്ന് പറയുന്നതിനേക്കാളും എഫക്റ്റീവാണ് ആ പറഞ്ഞ കാര്യങ്ങളെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ക്രോധം ഒഴിവാക്കിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ തോന്നലാണത് ഏൽക്കൂല എന്നുള്ളത് ഉറപ്പായിട്ട് ഏൽക്കുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്ത് അധ്യാപകരുണ്ടാകും, പോലീസുകാരുണ്ടാവും, രക്ഷകർത്താക്കളുണ്ടാകും. ബാലൻസിൽ ഉൾപ്പെടും. വേണ്ടടുത്ത് ഉപയോഗിക്കുക. ക്രോധം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ക്രോധത്തിന് നമ്മൾ അതിര് വിട്ടു പോകുന്ന വാക്കുകൾ ഒഴിവാക്കുക. നമ്മുടെ ഉള്ളിൽ നിന്നും, അതായത് ഉള്ളിൽ നിന്നും പ്രഷറിൽ വരുന്ന, വളരെ ഫോഴ്സ്ഫുള്ളി വരുന്ന ക്രോധത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ദേഷ്യം വെറുതെ ഒരു വാക്കൊരു സാഹചര്യത്തിൽ ഒരു കുട്ടിയോടോ നിങ്ങളുടെ വിദ്യാർത്ഥിയോടോ വിദ്യാർത്ഥിനിയോടോ ദേഷ്യപ്പെടേണ്ടി വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യമല്ല, വാക്കുകളും സുരക്ഷിതമായ, അതായത് ക്രോധം ജ്വലിപ്പിക്കുന്ന വാക്കുകളല്ലാതെ, നമ്മുടെ ഉള്ളിലെ ക്രോധത്തിനെ ജ്വലിപ്പിക്കുന്നതല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. വേണമെങ്കിൽ ക്രോധം അഭിനയിക്കാം, വേണ്ടി വന്നാൽ അഭിനയിക്കാം, അഭിനയിക്കുന്നതാവാം, പക്ഷെ ക്രോധം ഉള്ളിൽ നിന്നും വരാതെ ശ്രദ്ധിക്കുക. ശരിക്കും അഭിനയിക്കല്ലേ, ഉള്ളിൽ നിന്ന് വലിയ ദേഷ്യം വന്ന് അവരങ്ങ് ഇല്ലാതാക്കണം എന്ന് വിചാരിക്കലല്ലോ, അവർ നന്നാവണം എന്ന് ആഗ്രഹിച്ചൊരു ചെറിയ അഭിനയമാണ് എന്ന് തന്നെ പറയാം. ഉള്ളിൻ്റെ ഉള്ളിൽ വാത്സല്യമാണ് തുളുമ്പുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നന്നാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ക്രോധം അഭിനയിക്കുന്നത്. അതാവാം, കാര്യം അത് നമ്മളെ ഇല്ലാതാക്കില്ല. അതെ. ഇപ്പം ഇന്നത്തെ ഉപവാസത്തിൽ ഉപേക്ഷിക്കുന്ന വസ്തു ക്രോധം നിറഞ്ഞ വാക്കുകൾ. ക്രോധവാക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് ക്രോധം നിറഞ്ഞ, ഉള്ളിൽ നിന്നും ക്രോധം വരുന്ന ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ക്രോധം നിറയ്ക്കുന്ന അത്തരം വാക്കുകൾ, പ്രയോഗങ്ങൾ, അവസ്ഥകൾ ഒന്ന് ഒഴിവാക്കി ഉപവാസം തുടങ്ങുന്നു. നവരാത്രി വ്രതം നമ്മൾ തുടങ്ങുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അതുപോലെ ആദ്യത്തെ ദിവസത്തെ ഒരു സത്സംഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്കൊരു നാമം പറഞ്ഞുകൊണ്ട് നിർത്താം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി, നമസ്കാരം.